മാങ്കോട്ടത്തിനെതിരെ പരാതി കിട്ടേണ്ട താമസമേ ഉണ്ടായിരുന്നുള്ളൂ. ശരവേഗത്തിലാണ് കേസെടുത്തതും അന്വേഷണം പ്രഖ്യാപിച്ചതും. എന്നാൽ സ്വന്തം തട്ടകത്തിൽ നിന്നുമുള്ള ഒരു വ്യക്തിക്കെതിരെ പരാതി ഉയർന്നപ്പോൾ CPM ഇരട്ടത്താപ്പ് ഇറക്കിയിരിക്കുകയാണ്. സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഏറെ ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്ന ലൈംഗികാതിക്രമ കേസുകൾ കൈകാര്യം ചെയ്യുന്നതിൽ CPM-നും സംസ്ഥാന സർക്കാരിനുമെതിരെ ഇരട്ട നീതിയുടെ ആരോപണം ശക്തമായി ഉയർന്നിരിക്കുകയാണെന്നാണ് പ്രമുഖ മാധ്യമ പ്രവർത്തകനായ സണ്ണിക്കുട്ടി എബ്രഹാം ചൂണ്ടിക്കാട്ടുന്നത്. CPM നേതാവും പ്രമുഖ ചലച്ചിത്ര സംവിധായകനുമായ PT കുഞ്ഞുമുഹമ്മദിനെതിരെ ഉയർന്ന ലൈംഗികാതിക്രമ പരാതിയിന്മേൽ കേസ് രജിസ്റ്റർ ചെയ്യാനുണ്ടായ അസാധാരണമായ കാലതാമസമാണ് ഈ വിമർശനങ്ങളുടെ കാതൽ. CPM-ന്റെ സാംസ്കാരിക രംഗത്തും രാഷ്ട്രീയത്തിലും ശക്തമായ സ്വാധീനമുള്ള വ്യക്തിയാണ് PT കുഞ്ഞുമുഹമ്മദ്. മഗ്രിബ്, ഗർഷോം, വീരപുത്രൻ, പരദേശി ഉൾപ്പെടെയുള്ള ശ്രദ്ധേയമായ സിനിമകളിലൂടെ ദേശീയ തലത്തിൽ ശ്രദ്ധ നേടിയ അദ്ദേഹം 1994-ലും 96-ലും ഗുരുവായൂരിൽ നിന്ന് CPM പിന്തുണയോടെ നിയമസഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. CPM മുഖപത്രത്തിന്റെ ചാനലിലെ അവതാരകനായി പ്രവർത്തിച്ചിരുന്ന അദ്ദേഹം ഈയിടെ നടന്ന അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിലെ ജൂറി തലവനുമായിരുന്നു. ഇത്തരത്തിൽ പാർട്ടിക്ക് വളരെ അടുപ്പമുള്ള ഒരു വ്യക്തിക്കെതിരായ പരാതി കൈകാര്യം ചെയ്യുന്നതിലുണ്ടായ ഭരണപരമായിട്ടുള്ള അലംഭാവമാണ് നിലവിലെ രാഷ്ട്രീയ സംവാദങ്ങളുടെ കേന്ദ്രബിന്ദു. ചലച്ചിത്രോത്സവവുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിക്കിടെ തിരുവനന്തപുരത്തെ ഒരു ഹോട്ടലിൽ വെച്ച് ലൈംഗികമായി അപമാനിച്ചു എന്നായിരുന്നു ഒരു യുവ ചലച്ചിത്ര പ്രവർത്തകയുടെ പരാതി. സമീപകാലത്തെ കീഴ്വഴക്കം അനുസരിച്ച് ഈ വിഷയത്തിൽ നീതി ലഭിക്കാൻ കാലതാമസം ഉണ്ടാകാതിരിക്കാനായി അവർ നേരിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് പരാതി സമർപ്പിക്കുകയായിരുന്നു. തുടർന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കേസ് അന്വേഷണത്തിനായി കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറുകയും ചെയ്തു. എന്നാൽ പരാതി ലഭിച്ച് 2 ആഴ്ചയോളം കേസ് രജിസ്റ്റർ ചെയ്യുന്നതിലോ പ്രാഥമിക നടപടികൾ സ്വീകരിക്കുന്നതിലോ പോലീസ് യാതൊരു താല്പര്യവും കാണിച്ചില്ല. ഈ കേസിൽ നടപടികൾ തൽക്കാലം വേണ്ടെന്നോ കേസ് രജിസ്റ്റർ ചെയ്യുന്നത് നീട്ടിവെക്കണമെന്നോ ഉന്നത കേന്ദ്രങ്ങളിൽ നിന്നും നിർദ്ദേശം ലഭിച്ചിരുന്നു എന്ന ഗുരുതരമായ ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. സ്വാഭാവികമായും ഭരണ നേതൃത്വത്തിൽ നിന്നുള്ള ഇത്തരം നിർദ്ദേശങ്ങൾ പോലീസ് സേന അനുസരിക്കാൻ ബാധ്യസ്ഥരാകും. 2 ആഴ്ചത്തെ ഈ കാലയളവ് സർക്കാരിന്റെ സ്ത്രീ സുരക്ഷാ പ്രതിബദ്ധതയെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ്. പരാതിക്കാരിയുടെ മൊഴിയെടുക്കൽ, സംഭവം നടന്ന സ്ഥലത്തെ പരിശോധന, CCTV ദൃശ്യങ്ങൾ ശേഖരിക്കൽ തുടങ്ങിയ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ചെയ്യാൻ പോലും 2 ആഴ്ച എടുത്തു എന്നത് അവിശ്വസനീയമാണ്. സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ കേരളം 1-ാം സ്ഥാനത്താണെന്നും സ്ത്രീകളുടെ പ്രശ്നങ്ങളിൽ ഏറ്റവും ശുഷ്കാന്തിയോടെ പ്രവർത്തിക്കുന്ന സർക്കാരാണ് ഇതെന്നുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പലപ്പോഴും അവകാശപ്പെടാറുള്ളത്. അത്തരമൊരു സർക്കാരിന്റെ മുഖ്യമന്ത്രിക്ക് നേരിട്ട് ലഭിച്ച പരാതിയിൽ പോലും ഈ അലംഭാവം കാണിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന പ്രധാന ചോദ്യം രാഷ്ട്രീയ വൃത്തങ്ങളിൽ ശക്തമായി ഉയർന്നിരിക്കുകയാണ്. ഈ കേസിലുണ്ടായ കാലതാമസത്തിന് വിപരീതമായി പ്രതിപക്ഷ പാർട്ടികളുമായി ബന്ധമുള്ള വ്യക്തികൾക്കെതിരായ ലൈംഗിക അതിക്രമ കേസുകളിൽ ഈ ഭരണകൂടം കാണിക്കുന്ന അമിതമായ വേഗതയും ശുഷ്കാന്തിയും ഇരട്ട നീതി എന്ന വാദത്തിന് അടിവരയിടുന്നു. പാലക്കാട് MLA രാഹുൽ മാങ്കോട്ടത്തിനെതിരായ കേസ് ഇതിനുദാഹരണമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ നിർണായക ഘട്ടത്തിൽ മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതിയിന്മേൽ നിമിഷങ്ങൾക്കകം തന്നെ DGPക്ക് കൈമാറ്റം ചെയ്യുകയും ഉടൻ കേസ് ചാർജ് ചെയ്യപ്പെടുകയും ചെയ്തു. മാങ്കൂട്ടം മുൻകൂർ ജാമ്യത്തിനായി അപേക്ഷിച്ചുവെങ്കിലും കോടതിയുടെ തീരുമാനത്തിനായി കാത്തു നിൽക്കാതെ അറസ്റ്റ് ചെയ്യാനുള്ള തിരക്കിട്ട നീക്കങ്ങൾ വരെ പോലീസ് നടത്തി. മാങ്കൂട്ടത്തിനെതിരായ 2ാമത്തെ പരാതിയിലും ആദ്യ പരാതിയിൽ നടപടിയുണ്ടായ അതേ വേഗത യാദൃശ്ചികമല്ലെന്ന് തെളിയിക്കുന്നതായിരുന്നു. KPCC പ്രസിഡന്റിന് ലഭിച്ച പരാതിയിൽ പരാതിക്കാരിയുടെ പേരോ വ്യക്തമായ വിവരങ്ങളോ ഇല്ലാതിരുന്നിട്ടും കേസെടുത്തു. മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണനയിലിരിക്കെ ബംഗളൂരുവിലുള്ള പരാതിക്കാരിയുടെ മൊഴി വളരെ വേഗത്തിൽ രേഖപ്പെടുത്തുന്നതിനായി ഒരു വനിതാ AAGയെ പ്രത്യേകമായി അയക്കുകയും ജാമ്യ ഹർജി കോടതിയിൽ പരിഗണിക്കുന്നതിന് മുൻപേ തന്നെ മൊഴി കോടതിയിൽ എത്തിക്കുകയും ചെയ്തു. നീതി നടപ്പാക്കുന്നതിൽ സർക്കാരിനുള്ള ഈ ശുഷ്കാന്തിയുടെ ഉദാഹരണമായി ഈ വേഗതയെ വിലയിരുത്തുന്നതിനൊപ്പം തന്നെ PT കുഞ്ഞുമുഹമ്മദ് കേസിൽ ഈ വേഗത കാണിക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യം കൂടുതൽ പ്രസക്തമാവുകയാണ്. PT കുഞ്ഞുമുഹമ്മദ് കേസിൽ മാത്രമല്ല, CPM നേതൃത്വവുമായി ബന്ധമുള്ള മറ്റ് നേതാക്കൾ ആരോപണ വിധേയരായിട്ടുള്ള ലൈംഗികാതിക്രമ കേസുകളിലും സമാനമായ അലംഭാവം പ്രകടമായിരുന്നു. മുൻ MLA PK ശശി, നടനും MLAയുമായ മുകേഷ് തുടങ്ങിയവർക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നപ്പോൾ പാർട്ടി തലത്തിൽ നടന്നത് കുറ്റത്തിന്റെ തീവ്രത അളക്കാനുള്ള ശ്രമങ്ങളായിരുന്നു. ഈ ചില കേസുകളിൽ കുറ്റകൃത്യത്തിന്റെ തീവ്രത കുറഞ്ഞതാണെന്ന് പാർട്ടി വിലയിരുത്തുകയും പ്രതികൾക്കെതിരെ നിയമ നടപടി വൈകിക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യുകയും ചെയ്തു. മാത്രമല്ല, ആരോപണ വിധേയരായിട്ടുള്ള പലർക്കും വലിയ ഉത്തരവാദിത്വമുള്ള പദവികൾ നൽകി സംരക്ഷിക്കുകയും ചെയ്തു. ഈ നേതാക്കൾക്കെതിരെ പരാതി നൽകിയവരിൽ പലരും പാർട്ടി പ്രവർത്തകർ തന്നെയായിരുന്നു. പാർട്ടിയുടെ അധികാര സ്വാധീനം ഉപയോഗിച്ച് ഇവരെ നിശബ്ദരാക്കിയെന്നും കേസുകൾ പുറത്തുവരാതെ പാർട്ടി തന്നെ തീരുമാനമെടുത്ത് ഒതുക്കി തീർക്കുകയാണെന്നും വിമർശനം ഉയർന്നിരുന്നു. രാഹുൽ മാങ്കോട്ടത്തിനെതിരായ കേസ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെതിരെ ഉപയോഗിക്കാനുള്ള ഒരു ആയുധമായി തന്നെ CPM കണ്ടിരുന്നു. ശബരിമല സ്വർണ്ണ കവർച്ച കേസുമായി ബന്ധപ്പെട്ട് CPM നിലവിൽ നേരിടുന്ന പ്രതിസന്ധിയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനും വിശ്വാസികൾക്കിടയിൽ പാർട്ടിക്കുണ്ടായ തിരിച്ചടി മറികടക്കാനും ഈ വിഷയം ഉപയോഗിച്ചു. എന്നാൽ ഇപ്പോഴിതാ തെരഞ്ഞെടുപ്പിന്റെ നിർണായക ഘട്ടത്തിൽ തന്നെ CPM നേതാവിനെതിരെ സമാനമായ ഒരു കേസ് ഉയർന്നു വന്നത് CPMന് തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. ചുരുക്കത്തിൽ പ്രതിപക്ഷം ഉൾപ്പെട്ട കേസുകളിൽ നീതി നടപ്പാക്കുന്നതിൽ അതിവേഗത കാണിക്കുകയും
സ്വന്തം നേതാക്കൾ ഉൾപ്പെട്ട കേസുകളിൽ അലംഭാവവും അനാസ്ഥയും പ്രകടിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ CPM-ന്റെ ഈ വിഷയത്തിലെ നയം ചോദ്യം ചെയ്യപ്പെടുകയാണ്. PT കുഞ്ഞുമുഹമ്മദിനെതിരെ ജാമ്യം ലഭിക്കാത്ത വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് കഴിഞ്ഞ ദിവസം കേസ് രജിസ്റ്റർ ചെയ്തതിൽ നിന്ന് കുറ്റത്തിന് തീവ്രതയുണ്ടെന്ന് പാർട്ടിക്ക് ബോധ്യമായി എന്ന് അനുമാനിക്കാം. എന്നാൽ ഈ കേസ് കൈകാര്യം ചെയ്ത രീതി ലൈംഗിക അതിക്രമ കേസുകളിൽ പോലും രാഷ്ട്രീയപരമായ താൽപര്യങ്ങൾക്കാണ് സർക്കാർ പ്രാധാന്യം നൽകുന്നതെന്ന് ശക്തമായൊരു സന്ദേശമാണ് കേരളത്തിലെ പൊതുസമൂഹത്തിന് നൽകിയിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം CPM-ന് ഏറെ പ്രതികൂലമായി തന്നെ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്.